യുദ്ധം അടുത്ത കാലത്തൊന്നും അവസാനിക്കുന്ന മട്ടില്ല. ചർച്ചകൾ നടത്താനുള്ള എല്ലാ സാധ്യതയും അടഞ്ഞ പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഇത് ഇറാനെയോ അമേരിക്കയെയോ മറ്റ് ഗൾഫ് രാജ്യങ്ങളെയോ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. ലോകത്താകെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിനകം ബാധിച്ചു കഴിഞ്ഞ ഒരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് പലയിടത്തായി സമരങ്ങൾ നടക്കുകയാണ്. കാരണം വാണിജ്യ ഗ്യാസിൻ്റെ വിലവർധനവാണ്. അടുത്ത ദിവസം തന്നെ എണ്ണവിലയും ഉയരാൻ പോവുകയാണ്. ഇതേ തുടർന്ന് മറ്റ് ഭക്ഷ്യവസ്തുക്കളുടെയും കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യുന്ന മറ്റെല്ലാ വസ്തുക്കളുടെയുമൊക്കെ വില കുത്തനെ കൂടാൻ പോവുകയാണ്. വലിയ രീതിയിൽ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ലോകം പോകുമോ എന്നുള്ള ആശങ്ക എല്ലായിടത്തും പടരുകയുമാണ്. അപ്പോഴും ഡൊണാൾഡ് ട്രംപ് ഡീൽ ഓർ നോട്ട് ഡീൽ എന്ന രീതിയിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ദൗസേബ്, യുദ്ധം വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ഒരു ഇറാൻ്റെ ഏറ്റവും സുപ്രീമായ ആളുകളെയെല്ലാം വധിച്ച് അവിടെ റെജീം ചേഞ്ചൊക്കെ കൊണ്ടുവന്ന് അവിടെ അമേരിക്കയുടെ അധീശത്വം സ്ഥാപിക്കാമെന്നൊക്കെ ആയിരുന്നു അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ വിചാരിച്ചിരുന്നത്. പക്ഷേ അതൊന്നും നടന്നില്ല. മാത്രമല്ല, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന വിധത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയുമാണ്. അത് എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. നമ്മൾ ഇന്നലെ ഇതേക്കുറിച്ച് സംസാരിക്കേണ്ടത് 1970 ശേഷം ലോകത്ത് എനർജി സെക്ടറിലുണ്ടായിട്ടുള്ള ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധിയാണ് ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്നൊരു വാർത്ത, അമേരിക്കയിലെ ഒരു എയർലൈൻ കമ്പനി അവർ നിർത്തിയിരിക്കുകയാണ്. ഒരു പരിപാടി ഓഫീസ് പൂട്ടിപ്പോയിരുന്നു. സ്പിരിറ്റ് എയർലൈൻ എന്ന് പറയുന്ന ഒരു ലോ ബഡ്ജറ്റ് എയർലൈൻ കമ്പനിയാണ്, ഡൊമസ്റ്റിക് എയർലൈനാണ്. അവർ ഓപ്പറേഷൻ സീസ് ചെയ്തിരിക്കുക, ഞങ്ങളിന് ഇല്ലെന്ന്, പരിപാടി ഇല്ലയെന്ന് പറഞ്ഞാൽ ഓഫീസ് പൂട്ടിപ്പോയിരിക്കുന്നു. നമ്മുടെ ഇന്ത്യയിൽ എയർ ഇന്ത്യ ഇൻ്റർനാഷണൽ സർവീസസ് വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാടെണ്ണം ഇതിനകം തന്നെ വെട്ടിക്കുറച്ച് കഴിഞ്ഞു. കാരണം ജെറ്റ് ഫ്യൂവലിനെ ലഭ്യത വലിയ തോതിൽ പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധി നമ്മൾ കാണേണ്ടത് ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ സിവിൽ ഏവിയേഷൻ സെക്ടറാണ്. സിവിൽ ഏവിയേഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 2019 കോവിഡ് ആദ്യം ബാധിക്കുന്ന സിവിൽ ഏവിയേഷനാണല്ലോ. കോവിഡ് വലിയ തോതിലുള്ള നഷ്ടവും പ്രതിസന്ധിയും ആ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് യഥാർത്ഥത്തിൽ അന്നുണ്ടായ ക്ഷീണം ആ ഇൻഡസ്ട്രി ഇതുവരെ മറികടന്ന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിലാ ക്ഷീണവുമായിട്ട് ആ ഒരു റീകാലിബ്രേറ്റ് ചെയ്ത് വരുന്നതിനിടയിലാണ് പുതിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഈ പ്രതിസന്ധിയിലും ഏറ്റവും ആദ്യം ബാധിച്ചിരിക്കുന്നത് സിവിൽ ഏവിയേഷൻ സെക്ടറിനെ തന്നെയാണ്. നമ്മൾ കാണുന്ന ഗ്ലോബൽ സിവിൽ ഏവിയേഷൻ ഹബ്ബ് എന്ന് പറയാവുന്ന 3 പ്രധാനപ്പെട്ട ഹബ്ബുകൾ, ദുബായ്, അബുദാബി, ദോഹ, ഇത് മൂന്നും അറൗണ്ട് 20% ബിറ്റ്വീൻ 15 to 20% ഗ്ലോബൽ ഏവിയേഷൻ ഈ 3 ഹബ്ബുകളാണ് കൈകാര്യം ചെയ്തത്. ഓൾമോസ്റ്റ് ഗ്രൗണ്ടഡായി, അവിടുത്തെ ഓപ്പറേഷൻസ് ഗ്രൗണ്ടഡായി. 19,000 സർവീസസാണ്, ഒന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെയാണ് 19,000 സർവീസസാണ് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം നിർത്തിവെച്ചത്. 19,000 റൂട്ടുകളിലെ സർവീസ് നിർത്തിവെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ വിമാനത്തിൽ പോകുന്ന ആളുകൾ അവർ സുഖവാസത്തിനും ഉല്ലാസത്തിനും വേണ്ടി മാത്രം പോകുന്നതല്ല. ഗ്ലോബൽ എക്കണോമിയെ ത്വരിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഏരിയയാണ് ഈ സിവിൽ ഏവിയേഷൻ എന്ന് പറയുന്നത്. കാരണം വലിയ ബിസിനസ് യാത്രകൾ, ബിസിനസ് മീറ്റുകൾ പല സ്വഭാവത്തിൽ. കാരണം നമ്മുടെ എക്കണോമിക് എൻജിനെ ചലിപ്പിക്കുന്നതിൽ ഏവിയേഷന് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. അത് മൊത്തം മനുഷ്യയാത്രയുടെ ഏറ്റവും വളരെ കുറഞ്ഞ ശതമാനം അതുണ്ടാവുമെങ്കിലും എക്കണോമിയെ ഡ്രൈവ് ചെയ്യുന്നതിൽ, അതിനെ ചലിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് അതാണ്. അപ്പോൾ ഈ യുദ്ധം ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് സിവിൽ ഏവിയേഷൻ സെക്ടറിനെ ഏറ്റവും ആദ്യം ബാധിച്ചിരിക്കുന്നത് അവിടെ തന്നെയാണ്. അത് റൂട്ടുകൾ ക്യാൻസൽ ചെയ്യുന്നത് മാത്രമല്ല, ഈ ജെറ്റ് ഫ്യൂവലിൻ്റെ ലഭ്യത, ഈ മേഖലയിലുണ്ടായിട്ട് വിലവർധനയെ തുടർന്ന് റൂട്ടുകൾ ക്യാൻസൽ ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ പ്ലെയേഴ്സ് തന്നെ. ഇപ്പം ടർക്കിഷ് എയർലൈൻസാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഡെസ്റ്റിനേഷൻസ് കവർ ചെയ്യുന്ന ഒരു എയർലൈൻ കമ്പനി എന്ന് പറയുന്നത്. അവർ ഡസൻ കണക്കിന് ഡെസ്റ്റിനേഷൻസ് ക്യാൻസൽ ചെയ്തു കഴിഞ്ഞു. ഈ പറഞ്ഞ ദുബായ്, അബുദാബി, ദോഹ, ഈ ഹബ്ബുകൾ, ഇൻ്റർനാഷണൽ ഏവിയേഷൻ ഹബ്ബുകൾ എന്ന് പറയുന്ന 3 പ്രധാനപ്പെട്ട ഹബ്ബുകൾ, അവരുടെ ഓപ്പറേഷൻസ് ഓൾമോസ്റ്റ് കുറേ ദിവസങ്ങൾ ഇല്ലാതായി. പിന്നെ ഇപ്പോൾ പരിമിതമായ തോതിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതെല്ലാം എവിടെയാണ് പ്രതിഫലിക്കുക എന്ന് വെച്ചാൽ എക്കണോമിയിലാണ് പ്രതിഫലിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ECB, യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ഫോർകാസ്റ്റ് വന്നിരിക്കുന്നു. അവരുടെ GDP കാൽക്കുലേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ താഴ്ത്തിപ്പിടിക്കേണ്ടി വരും എന്ന് പറയുന്നു. ഈ ഓയിൽ പ്രൈസുമായി ബന്ധപ്പെട്ട് 25% ഹൈക്ക് വർധന ഓയിൽ പ്രൈസിൻ്റെ കാര്യത്തിൽ ഈ വർഷം നിലനിൽക്കുമെന്നാണ് വേൾഡ് ബാങ്കിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. 24% വർധന എന്ന് പറഞ്ഞാൽ യുദ്ധം മറ്റന്നാൾ ഈ യുദ്ധം ഇപ്പം സീസ് ഫയർ, ടെക്നിക്കലി സീസ് ഫയർ ഉണ്ട്, പരിപാടിയൊക്കെ നിർത്തി ട്രംപ് പെട്ടിയൊക്കെ പൂട്ടി
പാക്കപ്പ് ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുക. എന്നാലും ഈ ഓയിൽ പ്രൈസ്, ഗ്യാസ് പ്രൈസ് അതിലുണ്ടാകുന്ന വർധനവ് നിലനിൽക്കുമെന്നാണ് ആസ് എ ഹോൾ, ആസ് എ ആവറേജ് 24% നിലനിൽക്കുമെന്നാണ് വേൾഡ് ബാങ്ക് പറയുന്നത്. ഇപ്പോൾ LNGയുടെ ഗ്യാസിൻ്റെ കാര്യത്തിൽ പറയാം, ഈ ഇവരുടെ ദോഹയുടെ ഏറ്റവും വലിയ ഫീൽഡ് ഉണ്ട്, ലോകത്തെ ഏറ്റവും വലിയ ഗ്യാസ് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, റാസ് ഫലാൻ. അവിടെ ഉണ്ടായ ഡാമേജ് അവിടുത്തെ പ്രൊഡക്ഷൻ്റെ 17% ചുരുക്കിയിരിക്കുകയാണ്. അവരുടെ ടോട്ടൽ പ്രൊഡക്ഷൻ്റെ 17% ഇപ്പോൾ പ്രൊഡക്ഷൻ നടക്കുന്നുള്ളൂ. നോക്കൂ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഗ്യാസ് വിതരണം ചെയ്യുന്ന ഒരു രാജ്യമാണ് അവർ. അന്ന് അവിടുന്ന് പുറത്തേക്ക് പോകുന്ന ഷിപ്മെൻറ്റുകൾ കടന്നു പോകേണ്ട ഹോർമുസിൽ ഉപരോധം നിലനിൽക്കുന്നു. എന്നാൽ ഉപരോധം പിൻവലിച്ചു എന്ന് തന്നെ വിചാരിക്കുക, സമ്പൂർണ്ണമായി പിൻവലിച്ചു. പക്ഷേ അവിടെ പ്രൊഡക്ഷൻ നടക്കണ്ടേ? അവിടെ 17% പ്രൊഡക്ഷൻ നടക്കുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം എന്താ സൃഷ്ടിക്കുന്നത് വെച്ചാൽ, നോക്കൂ, എക്കണോമിയിൽ ഒരിടത്തുണ്ടാകുന്ന ഒരു പ്രശ്നം അവിടെ മാത്രം നിൽക്കില്ല. എന്ന് വെച്ചാൽ ലളിതമായി പറഞ്ഞാൽ ഗ്യാസിന് വില കൂടിയാൽ ഗ്യാസിന് മാത്രമല്ല വില കൂടുന്നു, പൊറോട്ടയ്ക്ക് വില കൂടും, ചായക്ക് വില കൂടും, സ്വിഗ്ഗിന് വില കൂടും, എല്ലാറ്റിനും വില കൂടും. പ്രത്യേകിച്ച് എനർജി സെക്ടറിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എല്ലാറ്റിനെയും ബാധിക്കും. ലോക സമ്പദ്ഘടന 2019 കോവിഡിന് ശേഷം കോവിഡ് ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഡാമേജ് അതിൽ നിന്ന് നടുനിവർന്ന് ചലിക്കാൻ തുടങ്ങുന്ന സന്ദർഭത്തിലാണ് അതേക്കാൾ മാരകമായിട്ടുള്ള പ്രഹരമേൽക്കുന്നത്. ഇത് ലോകത്ത് വലിയ പ്രതിസന്ധിയിലേക്കും. ഉലയും, ലോക സമ്പദ്ഘടന ഉലയും, ഇൻഫ്ലേഷൻ കൂടും. ഈവൻ റിസഷനെക്കുറിച്ച് വരെ നമ്മൾ ഭയക്കണം, ഒരു ഗ്ലോബൽ റിസഷനെക്കുറിച്ച് നമ്മൾ ഭയക്കണമെന്നാണ് വേൾഡ് ബാങ്കിൻ്റെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കയിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അലമ്പാവുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? എന്താണ് ഇതിന് കാരണം? ലോകത്തെ ഒരുതരം അരാജകമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നമുക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് ഇങ്ങനെ ലോകം അരാജകമായി പോയ, കയോട്ടിക്കായി പോയ, പരസ്പരം കൊന്നും യുദ്ധം ചെയ്തും മനുഷ്യ സമുദായം തകർന്നുകൊണ്ടിരുന്ന സന്ദർഭമായിരുന്നു. അന്ന് ലോകത്തിന് ഉണർവുണ്ടായി, ഈ പരിപാടി നമുക്ക് നിർത്തണം, ഈ യുദ്ധങ്ങൾ അവസാനിപ്പിക്കണം. അങ്ങനെയാണ് ഐക്യരാഷ്ട്രസഭ ഉണ്ടാകുന്നത്, പുതിയൊരു ലോകക്രമം രൂപപ്പെടുന്നത്. പക്ഷേ നമുക്ക് അന്നത്തെ അതേ സാഹചര്യത്തിലേക്ക് ലോകം പോവുകയാണ്. ഇവിടെ ആരാണ്? ലോകം ഒന്നാം ലോക മഹായുദ്ധത്തിലോ രണ്ടാം ലോക മഹായുദ്ധത്തിലോ സംഭവിച്ചതുപോലെ രാഷ്ട്രങ്ങൾ പരസ്പരം പോരടിക്കുകയല്ല. ഈ രണ്ട് തമ്മാടി രാഷ്ട്രങ്ങൾ, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് വേണ്ടി, ഒരു കൃത്രിമ രാജ്യത്തിന് വേണ്ടി അമേരിക്ക എന്ന് പറയുന്ന ഒരു സൂപ്പർ പവർ ലോകത്തെ മുഴുവൻ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, ലോകത്തെ മുഴുവൻ തകർത്തുകൊണ്ടിരിക്കുകയാണ്, ലോകത്തെ മുഴുവൻ ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പണി നിർത്തൂ എന്ന് അവരോട് അന്താരാഷ്ട്ര സമൂഹം പറയുക, അവരുടെ കൈ പിടിച്ചു നിർത്തുക എന്നുള്ളത് മാത്രമാണ് ഇതിന് പരിഹാരം. അപ്പോൾ ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തമ്മാടിത്തമാണ്, ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്തെ നശിപ്പിക്കുകയാണ് എന്ന തിരിച്ചറിവ് ലോകത്ത് കൂടുതൽ ഉണ്ടായി വന്നു എന്നുള്ളതാണ് ഇറാൻ യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി. ലോകത്ത് മാത്രമല്ല, വിതിൻ അമേരിക്കക്കകത്ത് തന്നെ ഈ അലമ്പാണ് കേട്ടോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏർപ്പാട് എന്ന ചിന്താഗതി വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇറാൻ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞൊരു സംഗതിയുണ്ട്, ഇറാൻ ലീഡർഷിപ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ യുദ്ധം ഇവിടെ മാത്രമായി നിലനിൽക്കുകയില്ല, ഞങ്ങൾ മാത്രമായി സഹിക്കുകയില്ല, ഞങ്ങൾ മാത്രമായി മുങ്ങുകയില്ല, ഇത് ലോകത്തെ മുഴുവൻ ബാധിക്കുമെന്നാണ്. ആ ഒരു സ്ട്രാറ്റജി, ഇറാൻ പറഞ്ഞ ആ ഒരു സംഗതി നടന്നു കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ വലിയ ഡിസ്റപ്ഷനിലേക്ക്, സാമ്പത്തികമായ അസ്വസ്ഥതയിലേക്ക്, മാർക്കറ്റ് സ്ട്രഗിളിലേക്ക്, ഡിസ്റപ്ഷനിലേക്ക് ലോകം കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നെതന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയും കൈ പിടിക്കുവാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് സാധിക്കുമെങ്കിൽ ഇതിനെ തടഞ്ഞു നിർത്താൻ പറ്റും, അല്ലെങ്കിൽ വലിയൊരു ഖയോട്ടിക് സിറ്റുവേഷനിലേക്ക് ലോകം കടക്കാൻ പോവുകയാണ്. ജെയിംസ്, നേരത്തെയും അമേരിക്ക ഒരുപാട് ഇൻവേഷൻസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ അന്നൊന്നുമില്ലാത്തതിനേക്കാൾ കൂടുതൽ ലോകത്തെ ഇത് ഒന്നാകെ ഈ യുദ്ധം ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും രാജ്യങ്ങൾ പല നിലപാടുകളിലേക്ക് പോകേണ്ടി വരും. അമേരിക്കയെ പിന്തുണയ്ക്കുന്ന നിലപാടിൽ നിന്ന് പലർക്കും പിന്മാറേണ്ടി വരും. അങ്ങനെ പുതിയൊരു ലോകക്രമത്തിലേക്കുള്ള പോക്ക് കൂടിയാണോ ഈ ഒരു സന്ദർഭം? അതങ്ങനെ പൂർണ്ണമായിട്ട് കൺക്ലൂസീവായിട്ട് നമുക്ക് പറയാറായിട്ടില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അമേരിക്ക ഇതിനു മുമ്പ് നടത്തിയുള്ള ഇൻവേഷൻസ്, അമേരിക്ക ലോകരാഷ്ട്രീയത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ആ സമയത്തെല്ലാം അമേരിക്കയുടെ കൂടെ യൂറോപ്പ് ഉണ്ടായിരുന്നു. യൂറോപ്പ് ഏറിയും കുറഞ്ഞും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത അമേരിക്കയുടെ കൂടെ യൂറോപ്പില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടറായിട്ടുള്ള യൂറോപ്യൻ രാജ്യം ജർമ്മനിയാണ്. ഇസ്രായേലിൻ്റെ രൂപീകരണത്തിന് കാരണമായ രാജ്യം UK ആണെങ്കിലും അവരെ മോറലി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം ജർമ്മനിയാണ്. അതിൻ്റെ കാരണം ജർമ്മനിയിൽ നടന്നിട്ടുള്ള ജൂത വംശഹത്യ, അതിൻ്റെ പാപഭാരം അവരെ പിന്തുടരുന്നുണ്ട്. ഇസ്രായേലിനെ പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ ആൻറ്റിസെമിറ്റിസത്തിനെതിരായിട്ടുള്ള പോരാട്ടമായിട്ട് ആ രാജ്യം തന്നെ കരുതുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇസ്രായേൽ നടത്തുന്ന ഏത് അതിക്രിയകളെയും അവർ മൗനം പാലിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ മോറലി സപ്പോർട്ട് ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കെ ഇസ്രായേലിന് വേണ്ടി അമേരിക്ക ഇപ്പോൾ ഇറാനിൽ നടന്ന യുദ്ധം, അങ്ങനെ തന്നെ അതിനെ പറയണം. ആ യുദ്ധത്തിൽ ജർമ്മനി മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ജർമ്മൻ ചാൻസലർ കഴിഞ്ഞ പ്രാവശ്യം അതിനിശ്ചിതമായിട്ട് ട്രംപിനെ വിമർശിക്കുക മാത്രമല്ല, ഒരു തരത്തിലും ഈ യുദ്ധത്തിൽ ഞങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവില്ല എന്ന് അസന്ദിഗ്ധമായി പറയുക തന്നെ ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നേരത്തെ ദാവൂദ് സാഹിബ് പറഞ്ഞതുപോലെ
യൂറോപ്പിനെ ഈ യുദ്ധം വളരെ മോശമായ രീതിയിൽ സാമ്പത്തികമായി ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്യപ്പെടുന്ന 2 രാജ്യങ്ങളുള്ളതാണ് ജർമ്മനി, മറ്റൊന്ന് ഇറ്റലിയാണ്. കാരണം എനർജി ഇമ്പോർട്ട് ചെയ്യുന്ന എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇത് പ്രശ്നമാണ്. അതിലേറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്യപ്പെടുന്ന രാജ്യം ജർമ്മനിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയല്ലാതെ മറ്റാർക്കും വേണ്ടി ചെയ്യുന്നൊരു യുദ്ധം ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ്. അതിൻ്റെ ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ് ജർമ്മനിയും ഇറ്റലിയും പോലുള്ള രാജ്യങ്ങളെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. അവർക്ക് തിരിച്ചറിയുകയാണ്. അപ്പോൾ 2 കാരണങ്ങൾ കൊണ്ട് അമേരിക്കയോടൊപ്പം യൂറോപ്യൻ രാജ്യങ്ങളില്ല, ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളില്ല. ഒന്ന്, രാഷ്ട്രീയമായി ഈ യുദ്ധത്തെ അവർ പിന്താങ്ങുന്നില്ല. മറ്റൊന്ന്, എക്കണോമിക്കലി തങ്ങൾക്ക് കൂടി തിരിച്ചടിയാവുന്നൊരു യുദ്ധമാണ് അമേരിക്ക ഇസ്രായേലിന് വേണ്ടി ചെയ്യുന്നത് എന്ന് അവർ തിരിച്ചറിയുകയും അവർ അതിനെതിരായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ യുദ്ധം എങ്ങനെ നിർത്തണം? ഈ യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്, നിർത്താനാണ് പാടുന്നതാണല്ലോ പറയാറ്. വെടിനിർത്തൽ കഴിഞ്ഞിട്ടും പിന്നെ 2 രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ നോക്കി നിൽക്കുകയാണ്. ഒരു രാജ്യം അമേരിക്ക അവിടെ ബ്ലോക്ക് ചെയ്യുന്നു, ഇറാൻ ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നു, അങ്ങനെ നിൽക്കുക. അതൊരു സ്റ്റാൻഡ് ഓഫാണ്. ഇപ്പോൾ ഈ സ്റ്റാൻഡ് ഓഫ് യുദ്ധമാണോ കോൺഫ്ലിക്റ്റ് ആണോ അതല്ല വെടിനിർത്തലാണോ എന്ന് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അമേരിക്കയിൽ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് നടക്കുന്ന പ്രധാനപ്പെട്ട സംവാദം ഈ യുദ്ധം നിന്നോ? അപ്പോൾ യുദ്ധം നിന്നോ എന്ന് പറയാൻ കാരണം അമേരിക്കൻ പ്രസിഡന്റുള്ള എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ഉപയോഗിച്ചാണ് യുദ്ധത്തിന് പോയിട്ടുള്ളത്. അമേരിക്കൻ കോൺഗ്രസിന് അനുമതിയില്ല. അപ്പോൾ അങ്ങനെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അത് അമേരിക്കൻ കോൺഗ്രസിനെ അറിയിക്കണം, നോട്ടിഫൈ ചെയ്യണം. 2, ആ യുദ്ധത്തിന് ആ മിലിറ്ററി ഓപ്പറേഷൻ 60 ദിവസത്തെ കാലാവധിയേ ഉള്ളൂ. 60 ദിവസം കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും നിർത്തണം. പറ്റുമെങ്കിൽ ഒരു വിഡ്രോവലിന് വേണ്ടി 30 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാമെന്നല്ലാതെ ആ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. ഈ മെയ് 1-ാം തീയതി, അതായത് ഇന്നലെ അതിൻ്റെ കാലാവധി അവസാനിച്ചു കഴിഞ്ഞു. യുദ്ധത്തിന് അമേരിക്കൻ പ്രസിഡന്റ് കൊടുക്കുന്ന എക്സിക്യൂട്ടീവ് ഓർഡറിൻ്റെ കാലാവധി ഇന്നലെ അവസാനിച്ചു കഴിഞ്ഞു. ഇനി അമേരിക്കൻ പ്രസിഡന്റ് എന്ത് ചെയ്യാം? വേണമെങ്കിൽ 30 ദിവസം കൂടി നീട്ടാം. അത് ആ 30 ദിവസം നീട്ടുന്നത് ഒരു കോൺഫ്ലിക്റ്റ് സോണിൽ നിന്ന് അമേരിക്കൻ മറീനുകളെ വിഡ്രോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിപ്പോൾ അവരെ വിഡ്രോ ചെയ്യുന്നില്ല, അമേരിക്ക യുദ്ധത്തിലല്ല, എന്നാൽ ഒരു വലിയ സ്റ്റാൻഡ് ഓഫിലാണ് താനും. അപ്പോൾ യുദ്ധം ചെയ്യാതെ ഒരു യുദ്ധം ചെയ്യുക, ആ യുദ്ധം ലോകത്തെ മുഴുവൻ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യുക? സാമാന്യ ബുദ്ധി, സാമാന്യ യുക്തി വെച്ചിട്ട് ഇതിനെ വിശകലനം ചെയ്യാൻ പറ്റില്ല. സാമാന്യ യുക്തിയിൽ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ പെരുമാറും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തിട്ട് സംസാരിക്കണമല്ലോ. ഇപ്പോൾ ട്രംപ് എന്നൊരു വ്യക്തി, അദ്ദേഹം എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു, എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനെക്കുറിച്ചാണ് ലോകം ചർച്ച ചെയ്യുന്നത്. ലോകരാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു വ്യക്തിയുടെ മതിഭ്രമങ്ങളാണ് ലോകരാഷ്ട്രീയമായി മാറുന്നത്. ആ വ്യക്തി എന്ത് ചിന്തിക്കുന്നു, ഇനി എന്ത് ചെയ്യാൻ പോകുന്നു, ഇനി എന്ത് ചെയ്യും, അടുത്ത സെക്കൻഡിൽ എന്ത് ചെയ്യും എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ടാണ് ലോകം ഫോറിൻ പോളിസി രൂപപ്പെടുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഫോറിൻ പോളിസി എന്ന് പറയുന്നത് വളരെ സ്കോളർലി ആയിട്ടുള്ളൊരു പഠനശാഖ. ആ ശാഖ രൂപപ്പെടുന്ന ഒരു വ്യക്തിയുടെ മതിഭ്രമങ്ങളിലാണ്. അങ്ങനെ ഒരു ലോകക്രമം രൂപപ്പെട്ട് കഴിഞ്ഞു. അതിൻ്റെ ഒരു എപ്പിസോഡ് കഴിഞ്ഞു, 2ാം എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുന്നു. നൗഫൽ ചോദിക്കുന്നൊരു കാര്യം, ഇതൊരു 3-ാം ലോക യുദ്ധത്തിലേക്ക് പോകുമോ, 2-ാം ലോക മഹായുദ്ധത്തിന് അതേ കാലത്തേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ നിർബന്ധമായി അങ്ങനെ വരണമെന്നൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ 2-ാം ലോക മഹായുദ്ധത്തിൻ്റെ മുറിവുകൾ പേറുന്ന രാജ്യമാണ് യൂറോപ്പ്. അത് ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്തിട്ടുള്ളൊരു ഭൂഖണ്ഡമാണ് യൂറോപ്പ്. അപ്പോൾ യൂറോപ്പിനെ സംബന്ധിച്ച് അവർക്ക് യുദ്ധം ചെയ്യണമെന്നില്ല. അവർ യുദ്ധം ചെയ്യാതിരിക്കാൻ വേണ്ടി കൂടിയാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞ മറ്റൊരു പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. അവർ അതിർത്തികൾ ഇല്ലാതാക്കിയിട്ടുള്ളത്. അപ്പോൾ അവർ എന്താണ്, അവർ ആ 2-ാം ലോക മഹായുദ്ധത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിനെതിരാണ്. അങ്ങനെ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനത്തെ ഒരു ഭ്രാന്തൻ ദേശീയത ഇന്നത്തെ കാലത്ത് സ്യൂട്ടബിൾ അല്ല എന്ന് അവർക്ക് തന്നെ അറിയാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2-ാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായി ഉണ്ടായിട്ടുള്ള UN എന്ന് പറയുന്ന ആ സ്ഥാപനം ഇന്ന് ഒബ്സലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് UN പറ്റി ആരും ഒന്നും പറയുന്നില്ല. ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ UN സെക്രട്ടറി ജനറൽ എന്ത് പറഞ്ഞു? അങ്ങനെ UN സെക്രട്ടറി ജനറൽ ഒരു വരി സ്റ്റേറ്റ്മെൻറ്റ് ഇറാൻ യുദ്ധത്തിൽ എത്ര പ്രാവശ്യം നമ്മൾ കണ്ടു? എന്താണ് UNൻ്റെ നിലപാടെന്താണ്? UN തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. UNൻ്റെ പല ഏജൻസികളെയും ഫണ്ട് ചെയ്തതിൽ പ്രധാനപ്പെട്ട രാജ്യം അമേരിക്കയായിരുന്നു. അമേരിക്ക UN ഫണ്ടിങ് തന്നെ നിർത്തിക്കളഞ്ഞു. ഇപ്പം യൂണിസെഫ് ലോകത്തെ ഏറ്റവും കൂടുതൽ മഹത്തായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു UN ഏജൻസിയാണ്. യൂണിസെഫിൻ്റെ പ്രവർത്തനങ്ങളില്ല, പലരെയും പിരിച്ചു വിട്ടു, ജീവനക്കാരില്ല, ആ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ UN ഒബ്സലീറ്റ് ആയി കഴിഞ്ഞാൽ പലതരം കാരണമുണ്ട്. അന്ന് അമേരിക്കയുടെ വിഡ്രോവലാണ്. UNൻ്റെ പൊതുവെയുള്ള എക്കോസിസ്റ്റത്തിൽ നിന്ന് അമേരിക്ക വിഡ്രോ ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ രാഷ്ട്രീയ പ്രസക്തി ഇല്ലാതായിരിക്കുന്നു അമേരിക്കയുടെ ഈ മേധാവിത്വത്തോടുകൂടി. മൂന്നാമത്തെ കാര്യം, ഈ 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് ഇത് പോകുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പോകാൻ സാധ്യതയില്ല എന്ന് പറയുന്ന കാരണം, യൂറോപ്പ് ആയിരുന്നു അന്ന് 2-ാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു എപ്പിസെൻറ്റർ എന്ന് പറയുന്നത്. ഇന്ന് യൂറോപ്പ് അത് ആ ചിത്രത്തിലില്ല. യൂറോപ്പിന് യുദ്ധം വേണ്ടത് അമേരിക്കയ്ക്ക് മാത്രമാണ്. പക്ഷേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ യുദ്ധമില്ല, നമ്മൾ ശ്രദ്ധിക്കണം. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ എവിടെയും യുദ്ധമില്ല. യുദ്ധം അമേരിക്ക മറ്റുള്ളവർക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇതൊരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ട്രംപിനെ ഏതെങ്കിലും വിധത്തിൽ മറ്റു രാജ്യങ്ങൾ തടയും, അല്ലെങ്കിൽ ട്രംപിനെ അമേരിക്ക തടയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.